അടുത്തതായി ഞങ്ങൾ യാത്ര തിരിച്ചത് സരയൂ നദിയിലേക്കായിരുന്നു. സരയൂ നദിയിലെ പൂജകളുടെ ചരിത്രം എന്നത് പുരാതന കാലം മുതൽക്കേ ഭാരതീയ സംസ്കാരത്തിൽ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഐതിഹ്യങ്ങളനുസരിച്ച് സരയൂ നദി മഹാവിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ കണ്ണുനീർ ശേഖരിച്ച് മാനസ സരോവരത്തിൽ വയ്ക്കുകയും പിന്നീട് അത് സരയൂ നദിയായി ഒഴുകി എത്തുകയായിരുന്നു. രാമായണവുമായി ബന്ധപ്പെട്ട് ഈ നദിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ശ്രീരാമൻ ജനിച്ചതും വളർന്നതും ഈ നദിയുടെ തീരത്താണ്. സരയൂ നദിയിലെ പൂജകൾ പ്രധാനമായും ശ്രീരാമനുമായി ബന്ധപ്പെട്ടതാണ്. അയോധ്യയിൽ സരയൂ നദിയുടെ തീരത്ത് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനാൽ നദിയിലെ പൂജകൾ പ്രാധാന്യമർഹിക്കുന്നു. ഈ നദിയിൽ സ്നാനം ചെയ്യുന്നതും പൂജകൾ ചെയ്യുന്നതും പുണ്യകർമ്മമായി കണക്കാക്കുന്നു. സരയൂ നദിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇവയാണ്. മഹാവിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് ഉത്ഭവിച്ചത് പുരാതന കാലത്ത് ശംഖാസുരൻ എന്ന അസുരൻ വേദങ്ങൾ മോഷ്ടിച്ച് കടലിൽ ഒളിപ്പിച്ച ശേഷം അവിടെ ഒളിച്ചു. എന്നാൽ വിഷ്ണു ഭഗവാൻ മത്സ്യാവതാരമെടുത്ത് അസുരനെ വധിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ബ്രഹ്മാവിന് വേദങ്ങൾ തിരികെ നൽകി. ഈ സമയം വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദബാഷ്പം പൊഴിഞ്ഞു. ബ്രഹ്മാവ് അത് മാനസ സരോവരത്തിൽ നിക്ഷേപിച്ചു. പിന്നീട് വൈവസ്വത മഹാരാജാവ് അമ്പെയ്ത് ആ ജലം പുറത്തേക്കൊഴുക്കി. അതാണ് സരയൂ നദിയായി മാറിയത്. ബ്രഹ്മാവിൻ്റെ തപസ്സിൽ നിന്ന് ബ്രഹ്മാവ് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായി തപസ് ചെയ്തു. അപ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. ബ്രഹ്മാവ് അത് കമണ്ഡലത്തിൽ ശേഖരിച്ച് മാനസ സരോവരത്തിൽ നിക്ഷേപിച്ചു. പിന്നീട് അത് സരയൂ നദിയായി എന്നും ഐതിഹ്യമുണ്ട്. രാമായണവുമായി ബന്ധപ്പെട്ട് സരയൂ നദിയിൽ ശ്രീരാമൻ സ്നാനം ചെയ്തതും സീതാദേവിയെയും കൂട്ടി ഗംഗയിലേക്ക് പോയതും പുഴയിൽ ജലക്രീഡകൾ നടത്തിയതുമായ കഥകളും വിവരിക്കുന്നുണ്ട്. ഈ കാരണങ്ങളെല്ലാം സരയൂ നദിയെ ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പുണ്യനദിയായി കണക്കാക്കപ്പെടുന്നു. സൂര്യവംശത്തിലെ രാജാക്കന്മാരാണ് അയോധ്യ എന്ന പുണ്യനഗരം ഭരിച്ചിരുന്നത്. സൂര്യവംശത്തിലെ കുലഗുരുവായ മുനി വസിഷ്ഠൻ സൂര്യവംശത്തിലെ രാജാവിനോട് തൻ്റെ പുണ്യകർമ്മങ്ങളും മതപരമായ കർമ്മങ്ങളും സന്ധ്യാവന്ദനം, ഹോമങ്ങൾ, യജ്ഞങ്ങൾ മുതലായവ നിർവഹിക്കുന്നതിനായി ഒരു പുണ്യനദി അയോധ്യയിലേക്ക് കൊണ്ടുവരുവാൻ അഭ്യർത്ഥിച്ചു. വസിഷ്ഠ മഹർഷിയുടെ അഭ്യർത്ഥന മാനിച്ച് രാജാവ് തൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പ് പുറത്തെടുത്ത് എയ്യുകയും ആ അമ്പ് വടക്കോട്ട് പോയി മാനസരോവർ തടാകത്തിൻ്റെ ബണ്ടിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെ അതിൽ ഒരു ദ്വാരം രൂപപ്പെട്ടു. മാനസരോവർ തടാകത്തിൽ നിന്ന് വിഷ്ണുവിൻ്റെ പുണ്യകണ്ണുനീർ നദിയുടെ രൂപത്തിൽ ഒഴുകുവാൻ തുടങ്ങി. ശ്രീരാമൻ അശ്വമേധം നടത്തിയ ഇടമാണ് തീർത്ഥക്ക താക്കൂർ. സരയൂ നദിയുടെ തീരത്താണ് കറുത്ത കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം. രാമൻ്റെയും സഹോദരനായ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ തുടങ്ങിയവരുടെയും അനേകം പ്രതിഷ്ഠകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. രാമൻ്റെ വളർത്തമ്മയായ കൈകേയി സീതാദേവിക്ക് സമ്മാനമായി നിർമ്മിച്ചു നൽകിയ കനക് ഭവൻ ആണ് മറ്റൊരു കേന്ദ്രം.
ഘാഗ്ര നദിയും കാളി നദിയും ഉത്തർപ്രദേശിലെ ബഗ്രായ്ച്ച് ജില്ലയിൽ വെച്ച് സംഗമിച്ച് സരയൂ നദിയായി ഒഴുകുന്നു. പ്രസിദ്ധമായ അയോധ്യ നഗരി സരയൂ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ നഗരത്തിലൂടെ ഒഴുകുന്ന സരയൂ നദി അയോധ്യയിലെ ജനങ്ങൾക്ക് ഒരു പ്രധാന ജലാശയമാണ്. വേദങ്ങളിൽ, രാമായണത്തിലും പോലും പരാമർശങ്ങൾ കാണാം. അയോധ്യയിലൂടെ ഒഴുകുന്ന സരയൂ നദി നഗരത്തിൻ്റെ പാപങ്ങൾ കഴുകിക്കളയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്തർക്ക് ഒരു പുണ്യനദിയായ സരയൂ നദിയിൽ മുങ്ങിക്കുളിക്കുന്നത് ആളുകളുടെ പാപങ്ങളും മാലിന്യങ്ങളും പൊറുക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനായി വർഷം മുഴുവനും വ്യത്യസ്ത മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തപ്പെടുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.